ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ. മൊഡ്യൂൾ 6 ആണ് ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. സംഘടിത കലാപം എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ആദ്യ കലാപം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണല്ലേ. 1697 അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്ന് പറയുന്നത്. എന്തായിരുന്നു കാരണം? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായതാണ് അഞ്ചുതെങ്ങ് വിപ്ലവം. 1697 അഞ്ചുതെങ്ങ് കലാപം. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപത്തിന് എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപമാണ്. ഓർത്തിരിക്കുക കേട്ടോ. അതിൻ്റെ ഡേറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏപ്രിൽ 15 കേട്ടോ. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഗിഫോർഡാണ് ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? നമ്മുടെ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ അല്ലേ, ആരാണ്? ഗിഫോർഡാണ് അല്ലേ. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആരാണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടെ പറയാം. നമ്മുടെ കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിനിടെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? കയ്യൂർ സമരത്തെ തുടർന്നുണ്ടായിട്ടുള്ള ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? അത് സുബ്ബരായനാണ് കേട്ടോ. സുബ്ബരായൻ. ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിനിടെ വധിക്കപ്പെട്ടതാണ്. സുബ്ബരായൻ കയ്യൂർ സമരത്തെ തുടർന്നുണ്ടായിട്ടുള്ള ലാത്തി ചാർജിൽ അന്തരിക്കുന്നതാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷം 1721 ഏപ്രിൽ 15 ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ഏതാണ്? വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നിട്ട് ഒപ്പുവെച്ചിട്ടുള്ള ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേണാട് ഉടമ്പടിയാണ് കേട്ടോ. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമായിരുന്നേ. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമായിരുന്നു. വേണാടിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു. ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ഓർമ്മ വരുന്നുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. ഒരു ഭാഗം നമ്മുടെ ഈ വേണാട് ഉടമ്പടി നടക്കുമ്പോൾ അവിടുത്തെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മ കേട്ടോ. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. 1721 ഏപ്രിൽ 15 അതേപോലെ തന്നെ ഗിഫോർഡ് ഓർത്തിരിക്കുക. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്നാൽ പറയൂ, പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഒന്ന് ഓർത്ത് നോക്കിയേ. പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ് എന്തുള്ളത്? പഴശ്ശി വിപ്ലവം നടക്കുന്നത്. 1793 മുതൽ 1805 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവമാണെങ്കിൽ 1793 മുതൽ 1797 വരെ കേട്ടോ. 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവമാണെങ്കിൽ 1800 മുതൽ 1805 വരെയാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാഗമൊക്കെ ഓർത്തിരിക്കണേ. എന്തായിരിക്കും അതിൻ്റെ കാരണം? പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. നമ്മുടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി പരിഷ്കരണം മൂലവും അതുപോലെ തന്നെ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതുമാണ്. കൂടാതെ വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് പഴശ്ശി വിപ്ലവത്തിലേക്ക് വഴിയൊരുക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? നികുതി പരിഷ്കാരങ്ങളും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളും പിന്നെ കോട്ടയം പ്രദേശത്തെ എന്ത് ചെയ്തില്ല? നികുതി പിരിക്കാൻ പഴശ്ശിരാജയ്ക്ക് അധികാരം കൊടുത്തില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്തു? വയനാടിന് മേൽ അവർ അധികാരം ഉന്നയിക്കുകയും ചെയ്തു. അതാണ് പെട്ടെന്നുണ്ടായ പഴശ്ശി വിപ്ലവത്തിന് കാരണം. ആരാണ് നേതൃത്വം കൊടുത്തത്? അറിയാലോ ആരാണ്? പഴശ്ശിരാജയാണ് അല്ലേ. പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. പൈച്ചി രാജ, അതുപോലെ തന്നെ കെട്ടിയോട്ട് രാജ ചോദിച്ചിട്ടുണ്ട്. കെട്ടിയോട്ടും കൊട്ടിയോട്ടും കാണുന്നുണ്ട് കേട്ടോ. കെട്ടിയോട്ട് രാജ, അതുപോലെ തന്നെ പുരളി ചെമ്മൻ, ഈ പേരിലെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? നമ്മളുടെ പഴശ്ശിരാജയാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഈ പുരാതന ചരിത്ര രേഖകളിൽ പൈച്ചി രാജയെന്നും കെട്ടിയോട്ട് രാജയെന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്?
പഴശ്ശിരാജയാണ്. ഇനി പഴശ്ശി കലാപ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? പുരളിമലയാണ്. പഴശ്ശി കലാപ കേന്ദ്രം എവിടെയാണ്? പുരളിമല. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിച്ചത് ആരുടെ മധ്യസ്ഥതയിലാണ്? ചിറക്കൽ രാജാവിൻ്റെ ആ ഭാഗമൊക്കെ നോക്കിയതല്ലേ നിങ്ങൾ? ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥത മൂലമാണ് നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിച്ചത്. 1793 മുതൽ 97 വരെയുള്ള ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിച്ചത് ആരുടെ ഉടമസ്ഥതയിലാണ്? ചിറക്കൽ രാജാവിൻ്റെ ഉടമസ്ഥതയിലാണ്. അതുപോലെ തന്നെ 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി വിപ്ലവം വന്നു. കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചു. അപ്പോൾ 1800 മുതൽ 1805 വരെ എന്ത് സംഭവിച്ചു? രണ്ടാം പഴശ്ശി വിപ്ലവം സംഭവിച്ചു. രണ്ടാം പഴശ്ശി വിപ്ലവത്തെ നയിച്ചവരാരൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ പേരും പഠിച്ചിരിക്കണമേ. ഒന്നാമത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പിന്നെ കൈതേരി അമ്പു നായർ, പിന്നെയാണ് എടച്ചേന കുങ്കൻ, പിന്നെയാണ് പള്ളൂർ എം എൻ നായർ. ഓർമ്മയുണ്ടല്ലോ. പിന്നെ ആരായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? തലയ്ക്കൽ ചന്തു. ഇത് പറയാൻ വേണ്ടിയിട്ട്, ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡ് പറയേണ്ട സ്വന്തം കോഡാണ്. ആവശ്യമുള്ളവർക്ക് എടുക്കാവേ. കണ്ണുകൊണ്ട് കയ്യും തലയും മുറിക്കാൻ ഇടവും വലവും നോക്കാതെ ഏമാനെ കാണാൻ പോയി. അങ്ങനെ ആലോചിച്ചാൽ മതി. കണ്ണുകൊണ്ട്, നമുക്കറിയാമല്ലോ വിപ്ലവം ആകുമ്പോൾ നമ്മൾ കയ്യും തലയൊക്കെ മുറിക്കേണ്ടി വരും. അപ്പോൾ കണ്ണുകൊണ്ട് എന്നവിടെ ഉദ്ദേശിച്ചത് കണ്ണുകൊണ്ട് മുറിക്കാനല്ല കേട്ടോ, നേരിട്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ കേട്ടോ. കണ്ണുകൊണ്ട് കയ്യും, ദേഷ്യമൊക്കെ വന്നിട്ട് കണ്ണ് ചുവന്നിട്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കയ്യും തലയും മുറിക്കാൻ എന്ത് ചെയ്തു? ഇടവും വലവും നോക്കാതെ ഏമാനെ കാണാൻ പോയി എന്ന് ആലോചിക്കുക. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കയ്യും തലയും, കൈ എന്ന് പറഞ്ഞാൽ കൈതേരി അമ്പു നായർ, ഇടവും വലവും നോക്കാതെ എടച്ചേന കുങ്കൻ, ഏമൻ നായരെ പള്ളൂർ ഏമൻ നായർ, പിന്നെന്താണ്? തല അവിടെ കണ്ടല്ലോ, കയ്യും തലയും, ആ തലയാണ് തലയ്ക്കൽ ചന്തു കേട്ടോ. അപ്പോൾ കോഡ് പറ്റുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോഡ് നോക്കി വെക്കുക കേട്ടോ. കാരണം ഇത് മുഴുവൻ ആൾക്കാരെയും പഠിക്കണം, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പഴശ്ശി വിപ്ലവത്തിൽ പങ്കെടുത്തിട്ടുള്ള കുറിച്യരുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? തലയ്ക്കൽ ചന്തുവാണ് കേട്ടോ. തലയ്ക്കൽ ചന്തു കുറിച്യരുടെ നേതാവാണ് കേട്ടോ. തലയ്ക്കൽ ചന്തു ആരാണ്? കുറിച്യരുടെ നേതാവാണ് കേട്ടോ. പഴശ്ശി വിപ്ലവത്തിൽ പങ്കെടുത്ത കുറിച്യരുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? തലയ്ക്കൽ ചന്തുവാണ് കേട്ടോ. ഇനി ഇവിടെ വേറൊരു പേര് നമ്മൾ ഓർത്തിരിക്കണം, ആർതർ വെല്ലസി. എങ്ങനെയാണ് ബന്ധം? ഈ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആര് എന്ന് പറയുന്നത്? ആർതർ വെല്ലസി എന്ന് പറയുന്നത് കേട്ടോ. അത് 1800 മുതൽ 1805 കാലയളവിലെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആർതർ വെല്ലസിയാണ് കേട്ടോ. ഈ ആർതർ വെല്ലസി എന്ത് ചെയ്തു? പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒരു സൈനിക സംഘത്തെ രൂപീകരിച്ചു. അതെന്തായിരുന്നു? എന്ത് പേരിൽ അറിയപ്പെട്ടു? കോൽക്കാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അറിയപ്പെട്ടത്. നമ്മുടെ പഴശ്ശിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്ന ആർതർ വെല്ലസി രൂപീകരിച്ച ഒരു സൈനിക സംഘമാണ് എന്ന് പറയുന്നത്? കോൽക്കാർ എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്തെ മലബാർ സബ് കളക്ടറേയും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. തോമസ് ഹാർവേ ബാബറാണ് കേട്ടോ. TH ബേബർ എന്ന് എഴുതിയാൽ മതി. TH ബേബർ, തോമസ് ഹാർവേ ബേബർ കേട്ടോ. TH ബേബർ. ആ സമയത്തെ പഴശ്ശി വിപ്ലവം സമയത്ത് എന്താണ് മലബാർ സബ് കളക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? TH ബേബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബേബറാണ് കേട്ടോ. എന്നാണ് പഴശ്ശിരാജ മരണമടയുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ അന്തരിക്കുന്നത്. എന്നാണ് 1805 നവംബർ 30-നാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് കേരള സിംഹം ആരാണ് എഴുതിയത്? കേരള സിംഹം ആരാണ്? സർദാർ KM പണിക്കറാണ് കേരള സിംഹം എന്ന ബുക്ക് എഴുതിയത്. ഓർത്തിരിക്കട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇനി ഒരു പ്രിലിംസിന് വന്നൊരു ക്വസ്റ്റ്യനാണ്, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം. ഒരു പ്രിലിംസിന് എഴുതിയൊരു പ്രിലിംസിന് വന്നതാണ്, എനിക്കൊന്ന് കിട്ടിയില്ല അത്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം. പിന്നീടും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്? അഞ്ചരക്കണ്ടിയാണ് കേട്ടോ. ഓർത്തിരിക്കുക, അഞ്ചരക്കണ്ടിയാണ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചരക്കണ്ടിയാണ്. ഇനി നമ്മൾ
ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. പഴശ്ശി ഡാം എവിടെയാണ്? പഴശ്ശി ഡാം അത് കണ്ണൂരാണ് കേട്ടോ. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂരാണ്. മ്യൂസിയം എവിടെയാണ്? മ്യൂസിയം കോഴിക്കോടാണ്. മ്യൂസിയം എവിടെയാണ്? കോഴിക്കോടാണ്. സ്മാരകം, പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. മാനന്തവാടി. ഇത്രയും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂരാണ്. മ്യൂസിയം എവിടെയാണ്? കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഴശ്ശി വിപ്ലവവുമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാന്നറിയോ, ഈ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഭാഗം കേരള ഹിസ്റ്ററിയുമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെറിയൊരു എന്തെങ്കിലും കൊണ്ട് എഴുതി വെക്കുക ആ ഭാഗം. ഇപ്പോൾ പഴശ്ശി വിപ്ലവമാണെങ്കിൽ പഴശ്ശി വിപ്ലവം, അല്ലെങ്കിൽ എന്താണ് ആറ്റിങ്ങലാണെങ്കിൽ ആറ്റിങ്ങൽ, അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഭാഗം തന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കേട്ടതോടെ നമ്മൾ കാര്യങ്ങളെല്ലാം കേട്ടതോടെ നമ്മളത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് തലയിൽ കയറാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുമേ. എന്നാ പറഞ്ഞോളൂ, എന്നാ കുറിച്യ കലാപം നടന്നത്? കുറിച്യ കലാപം 1812 കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വർഷം. കുറിച്യർ കലാപത്തിൻ്റെ വർഷം എന്നാണ് 1812. ആരാണ് നേതൃത്വം കൊടുത്തത്? രാമനമ്പിയാണ്. സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? രാമനമ്പി. ദക്ഷിണേന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏക ഗിരിവർഗ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കുറിച്യർ കലാപമാണ് കേട്ടോ. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നടന്നിട്ടുള്ള ഏക ഗിരിവർഗ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1812 നടന്നിട്ടുള്ള കുറിച്യർ കലാപമാണ്. എന്തായിരുന്നു അവരതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം? അവരുടെ മേലും, അതായത് കുറിച്യരുടെ മേലെയും അതേപോലെ തന്നെ ഒരു ഗിരിവർഗമായിരുന്നു കുറുമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ആരാണ് നികുതി ഏർപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അതാരായിരുന്നു? തോമസ് വാർഡൻ ആയിരുന്നു കേട്ടോ. തോമസ് വാർഡൻ ആയിരുന്നു കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷ് നികുതികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? 1812 രാമനമ്പിയൊക്കെ നേതൃത്വം കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു കലാപം, ഒരു വിപ്ലവം അങ്ങോട്ട് ഉണ്ടാക്കി. കുറിച്യർ വിപ്ലവം. എന്തായിരുന്നു മുദ്രാവാക്യം എന്ന് പറയുന്നത്? മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു എന്തിൻ്റെ? നമ്മുടെ കുറിച്യർ കലാപം 1812 കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അവിടെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണേ. ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ്? കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ ആ രാജ്യം തന്നെ അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? കുറിച്യർ കലാപത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ആരാണ്? ആരുടെ വാക്കുകളാണത്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ TH ബേബറിൻ്റെയാണ് കേട്ടോ. തോമസ് ഹാർവേ ബേബറിൻ്റെയാണ്. നമ്മുടെ പഴശ്ശി വിപ്ലവ സമയത്ത് എന്താണ് മലബാർ സബ് കളക്ടറായിരുന്ന TH ബേബറിൻ്റെ വാക്കുകളാണ് കേട്ടോ. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെന്ന് പറഞ്ഞത് ആരാണ്? TH ബേബറാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ബുക്കും കൂടെ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന ബുക്ക് ആരാണ് എഴുതിയത്? കുമാരൻ വയലേരിയാണ് കേട്ടോ. കുമാരൻ വയലേരിയാണ് ബുക്ക് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേരും കൂടെ ഓർത്തിരിക്കുക. കുമാരൻ വയലേരി കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന ബുക്ക് എന്തിനെ ആസ്പദമാക്കിയിട്ട്? 1812 കുറിച്യർ കലാപത്തിനെ ആസ്പദമാക്കിയിട്ട് എഴുതിയതാണ് കേട്ടോ. ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ക്ലിയർ അല്ലേ? ആ ഭാഗമെല്ലാം ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 1-ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? 1-ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആരുടെയാണ്? ആനി ബസന്റിൻ്റെ. 1-ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബസന്റ്. വർഷം എത്രയാണ്? 1916. എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ പാലക്കാട് വെച്ചിട്ട്. 1916 പാലക്കാട് വെച്ചിട്ട് ജാനി ബസന്റിൻ്റെ അധ്യക്ഷതയിലാണ് 1-ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വർഷവും എവിടെ വെച്ചാണ് നടന്നത്, ആരുടെ അധ്യക്ഷതയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയിരിക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞല്ലോ 1916 എവിടെ വെച്ച് നടന്നു? പാലക്കാട് വെച്ച് നടന്നു. ആരുടെ പേരിൽ? ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ. ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്നു. എഴുതി വെക്കുക കേട്ടോ കിട്ടാത്തവർ. പിന്നെ നടന്നത് 1917 എവിടെ വെച്ച് നടന്നു? കോഴിക്കോട് വെച്ചിട്ടാണ് കേട്ടോ നടന്നത്. കോഴിക്കോട് വെച്ച് നടന്നു. CP രാമസ്വാമി അയ്യർ ആയിരുന്നു കേട്ടോ. CP രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ.
CP രാമസ്വാമി നായരുടെ അധ്യക്ഷതയിലായിരുന്നു കേട്ടോ. 1916 1 17 കോഴിക്കോട് വെച്ചിട്ട് CP രാമസ്വാമി നായരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷതയിൽ രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. ഇനി അടുത്തത് 1918 എവിടെ വെച്ചിട്ടായിരുന്നു ചോദിച്ചാൽ തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നേ. ആരുടെ അധ്യക്ഷതയിലാണ് ചോദിച്ചാൽ ആസാദ് അലിഖാൻ ബഹദൂർ അവരുടെ അധ്യക്ഷതയിലാണ് മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. 1918 തലശ്ശേരിയിൽ വെച്ചിട്ട് ആസാദ് അലിഖാൻ ബഹദൂർ അവരുടെ അധ്യക്ഷതയിൽ വെച്ചിട്ട് മൂന്നാം ജില്ലാ മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നു. അടുത്തതാണ് നാലാമത്തെ എവിടെ വെച്ച് നടന്നു? വർഷം 1919 കേട്ടോ. എവിടെ വെച്ച് നടന്നു? വടകര. ആരുടെ? KP രാമൻ്റെ അധ്യക്ഷതയിൽ 1919 വടകരയിൽ വെച്ചിട്ട് നാലാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 1920 അഞ്ചാമത്തെ മഞ്ചേരിയിൽ വെച്ച് നടന്നു. മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. കസ്തൂരി രംഗയ്യരുടെ അധ്യക്ഷതയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ അഞ്ചാമത്തേൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമായിരുന്നു അഞ്ചാമത് കേട്ടോ. ചോദിക്കാറുണ്ട് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഭരണപരിഷ്കാരങ്ങൾ, കുടിയാൻ പ്രശ്നം, അതുപോലെ തന്നെ ഖിലാഫത്ത് ഈ 3 കാര്യങ്ങളാണ് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഭരണപരിഷ്കരണം, പിന്നെ കുടിയാൻ പ്രശ്നം, അതുപോലെ തന്നെ ഖിലാഫത്ത്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? ആനി ബസന്റും കൂട്ടരും അവിടുന്ന് ഇറങ്ങിപ്പോയി. പകുതിയായപ്പോൾ ആനി ബസന്റും കൂട്ടരും എന്ത് ചെയ്തു? ആ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അതെങ്ങനെ അറിയപ്പെടുന്നുണ്ട്? കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചാമത്തെ. അവരവിടുന്ന് ഇറങ്ങിപ്പോയി, അവരവിടെ പിരിഞ്ഞു. അപ്പോൾ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1920 മഞ്ചേരിയിൽ നടന്ന കസ്തൂരി രംഗയ്യരുടെ അധ്യക്ഷതയിൽ നടന്നിട്ടുള്ള അഞ്ചാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അവസാന സമ്മേളനമായിരുന്നു കേട്ടോ ഈ മഞ്ചേരിയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് ഇത്തിരി പ്രത്യേകത. ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. പിന്നെ ആദ്യത്തേതും ചോദിക്കും. 16 പാലക്കാട് ആനി ബസന്റ്. ക്ലിക്കായില്ലേ? ശരിയല്ലേ? ഒന്നും കൂടെ പറയണോ? ഒന്നാമത്തേത് 1916 നടന്നത്. പാലക്കാട് വെച്ച് നടന്നു, ആനി ബസന്റ് അധ്യക്ഷതയിൽ. രണ്ടാമത്തെ 1917, 16, 17, 18, 19, 20 5 17 കോഴിക്കോട് വെച്ച് നടന്നു. CP രാമസ്വാമി അയ്യരാണ് അധ്യക്ഷത വഹിച്ചത്. 18 തലശ്ശേരിയിൽ വെച്ച് നടന്നു. പിന്നെ ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത്? ആസാദ് അലിഖാൻ ബഹദൂർ ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. 19 നാലാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നു. വടകരയിൽ വെച്ചിട്ടാണ് നടന്നത്. ആരുടെ അധ്യക്ഷതയിലായിരുന്നു? KP രാമൻ്റെ അധ്യക്ഷതയിലായിരുന്നു. അഞ്ചാമത്തെ എന്ന് നടന്നു? 1920 നടന്നു. മഞ്ചേരിയിൽ വെച്ചിട്ട് നടന്നു. ആരായിരുന്നു? കസ്തൂരി രംഗയ്യരുടെ അധ്യക്ഷതയിലായിരുന്നു. അപ്പോൾ ഇത്രയും ഓർമ്മ വയ്ക്കുക. അവിടെ അഞ്ചാമത്തേൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളും കൂടെ ഓർത്തിരിക്കുക. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് ഇത്രയുമാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ ഭാഗം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. പിന്നീട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഖിലാഫത്ത് സ്മരണകൾ M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്, ദുരവസ്ഥ കുമാരനാശാൻ, മലബാർ കലാപം കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഓപ്ഷൻ ഡി മലബാർ കലാപം കമ്പളത്ത് ഗോവിന്ദൻ നായർ തെറ്റാണ് അല്ലേ? ഡോക്ടർ K മാധവൻ നായരാണ് എന്തെഴുതിയത്? K മാധവൻ നായരാണ് എന്തെഴുതിയിരിക്കുന്നത്? മലബാർ കലാപം എഴുതിയിരിക്കുന്നത്. K മാധവനാണ് മലബാർ കലാപം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്നത്? ഈ ഹിച്ച്കോക്കിൻ്റെ സ്മരണയ്ക്കായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു കവിത എഴുതിയത് ആളാണ് ഈ കമ്പളത്ത് ഗോവിന്ദൻ നായർ. അതുമായിട്ട് ബന്ധമില്ല. ബാക്കി 3 നമ്മുടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഖിലാഫത്ത് സ്മരണകൾ M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. പിന്നെ സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ് മലബാർ കലാപവുമായി എഴുതിയതാണ്. ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരനാശൻ എഴുതിയതാണ് അല്ലേ? മലബാർ കലാപം ആരാണ് എഴുതിയത്? മാധവൻ നായർ. K മാധവൻ നായരാണ് കേട്ടോ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ മലബാർ കലാപത്തിൻ്റെ വർഷം ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താണ്?
1921 മലബാർ കലാപം നടക്കുന്നത്. 1921 മലബാർ കലാപം. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ മലബാർ കലാപം കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. എന്നാണ് വർഷം 1921 കേട്ടോ. നമ്മുടെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായിട്ടുള്ള മാപ്പിളമാർ നേതൃത്വം നടങ്ങിയ പോരാട്ടങ്ങളെയാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. ഏതൊക്കെ താലൂക്കുകളിലാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി കേട്ടോ. വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിലെ മാപ്പിളമാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളാണ് എന്ത് പറയുന്നത്? മലബാർ കലാപം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് അവിടെ കലാപം കൂടുതലായിട്ടുണ്ടാവാൻ കാരണം? കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മേഖലയാണ് മലബാർ മേഖല എന്ന് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മലബാർ മേഖലയായിരുന്നു. വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണെന്ന്. ഏതാണ്? മലബാർ കലാപമാണ്. ഖിലാഫത്ത് സമരവുമായിട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? മലബാർ കലാപമാണ്. നമ്മുടെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ വളരെയധികം ശക്തി നേടിയ സമയത്ത് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദ് എന്താണ്? നമ്മുടെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദാണ്. വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദ് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അത് അവിടെ ഒരു കലാപം പുറപ്പെട്ടു. അതാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. അത് പിന്നെ എന്ത് ചെയ്തു? ആ മലബാറിലെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. അങ്ങനെ അതൊരു വലിയൊരു മലബാർ കലാപമായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ മലബാറിൽ ഇങ്ങനെ ശക്തി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവർ അവിടുത്തെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനെ തുടർന്ന് എന്തായി? ഒരു കലാപം പുറപ്പെട്ടു. ഒരു ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അതാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. അത് പിന്നെ എന്ത് ചെയ്തു? ആ മലബാറിലുള്ള എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. അങ്ങനെ അതെന്തായി? മലബാർ കലാപമായിട്ട് മാറി. പിന്നെ ചോദിക്കാറുണ്ട് മലബാർ കലാപത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. മലബാർ കലാപത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? തിരൂരങ്ങാടിയായിരുന്നു കേട്ടോ. തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ കേന്ദ്രം എവിടെയാണ് ചോദിക്കാറുണ്ട്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. എവിടെയാണ്? തിരൂരങ്ങാടിയാണ് കേട്ടോ. ഇനി നേതാക്കൾ ആരൊക്കെയാണ്? ഭാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ തന്നെ സീതി കോയ തങ്ങൾ, അതുപോലെ തന്നെ അലി മുസ്ലിയാർ. ഇത്രയും പേരാണ് നേതാക്കളായിട്ട് മലബാർ കലാപത്തിൻ്റെ നേതാക്കളായിട്ട് പറയുന്നത്. ആരൊക്കെയാണ്? ഭാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അതുപോലെ തന്നെ അലി മുസ്ലിയാർ. ഈ അലി മുസ്ലിയാറുമായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരാണെന്ന്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരാണ്? അലി മുസ്ലിയാറാണ് കേട്ടോ. അലി മുസ്ലിയാറാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്ത് വരുന്നതാണ് ഒരു കമ്മീഷൻ ഉണ്ട്. വില്യം ലോഗൻ കമ്മീഷൻ. എന്താണത്? ഈ 1836 മുതൽക്കേ തന്നെ അവിടെ ചെറിയ ചെറിയ മാപ്പിളമാർ കലാപങ്ങൾ നടത്തുന്നുണ്ട്. ചെറിയ കലാപങ്ങളൊക്കെ അവിടെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ആ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. 1836 മുതൽ ചെറിയ മാപ്പിള കലാപങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മീഷനാണ് നമ്മുടെ വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അന്നത്തെ ആ മാപ്പിള ലഹളകളുടെ ഒക്കെ അടിസ്ഥാനം എന്താണ്? ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ കളക്ടറാണ് ഈ വില്യം ലോഗൻ എന്ന് പറയുന്നത് കേട്ടോ. വില്യം ലോഗൻ കമ്മീഷനാണ് ആ മാപ്പിള കലാപങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അവർ പറഞ്ഞത്? ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയും ചോദിക്കാട്ടോ. ജന്മിത്വവുമായി ബന്ധപ്പെട്ട ആ മാപ്പിള ലഹളകളുടെയൊക്കെ അടിസ്ഥാനം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ കളക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വില്യം ലോഗനാണ്. 1836 മുതൽ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള മാപ്പിള കലാപങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? അത് വില്യം ലോഗനാണോ? അത് TL സ്ട്രേഞ്ച് കമ്മീഷനാണ് കേട്ടോ. TL സ്ട്രേഞ്ച് കമ്മീഷനാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഈ വില്യം ലോഗനും TL സ്ട്രേഞ്ച് കമ്മീഷനും മിക്കവാറും മാറിപ്പോവാറുണ്ട്. എനിക്കൊരു വട്ടം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പറയുകയാണ് വില്യം ലോഗൻ കമ്മീഷന്
1836 മുതലുള്ള ചെറിയ വലിയ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ്. പക്ഷേങ്കിൽ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനാണ് കേട്ടോ. ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനാണ്, മറന്നു പോരുതേ. ഇനി ഇതുമായിട്ട് ഇവിടെ വേറെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു? മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? അത് എച്ച്.വി. കൊനോലിയാണ് കേട്ടോ. എച്ച്.വി. കൊനോലിയാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? എച്ച്.വി. കൊനോലിയാണ്. അതുപോലെ തന്നെ മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഹിച്ച്കോക്കാണ്. ഹിച്ച്കോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹിച്ച്കോക്കിൻ്റെ പ്രതിമ കമ്പളത്ത് ഗോവിന്ദൻ നായർ, ഓർമ്മയില്ലേ? ആ ഹിച്ച്കോക്കാണ് ഈ ഹിച്ച്കോക്ക്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരാണ്? അത് ഹിച്ച്കോക്കാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് വധിക്കപ്പെട്ട മലബാർ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? എച്ച്.വി. കൊനോലിയാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനാണ്. ഇനി ഇവിടെ ചോദിക്കാൻ വരുന്നൊരു ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു തീവണ്ടി ദുരന്തം ഏതാണത്? 1921 നവംബർ 10 വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി അല്ലേ? നമ്മുടെ ഈ മലബാർ കലാപകാരികളെ ഗുഡ്സ് ട്രെയിനിൽ കുത്തി നിറച്ചിട്ട് എവിടെ നിന്ന് എവിടേക്ക്? തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേര് ശ്വാസം മുട്ടി മരിച്ച ഒരു അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. 72 പേര് SCRTയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. 72 പേരാണ് മരിച്ചത് കേട്ടോ. ഇങ്ങനെ ഈ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്. അതാരാണെന്നറിയോ? ഓപ്ഷൻ തരാം. കൊനോലി, പിന്നെ വില്യം ലോഗൻ, അതുപോലെ തന്നെ ഹിച്ച്കോക്ക്. പോരെ? ഓർമ്മ വരുന്നുണ്ട് ആരാണെന്ന്? അത് ടി.എസ്. ഹിച്ച്കോക്കാണ് കേട്ടോ. ടി.എസ്. ഹിച്ച്കോക്കാണ്. പിന്നെയാണല്ലേ അവരുടെയൊക്കെ പ്രതിമ ഇവിടെ വെക്കേണ്ടത് നമ്മൾ. ഹിച്ച്കോക്കാണ്. എന്താണ് പറഞ്ഞത്? മലബാർ കലാപകാരികളെ ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് ടി.എസ്. ഹിച്ച്കോക്കാണ് കേട്ടോ. എന്നാണ് വാഗൺ ട്രാജഡി നടന്നത്? വർഷം ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1921 നവംബർ 10 കേട്ടോ. ഇനി ഈ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തൊരു സ്റ്റേഷനുണ്ട്, അതും ചോദിക്കാറുണ്ട്. അതേതാണ്? പോത്തന്നൂരാണ്. പോത്തന്നൂർ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ്? പോത്തന്നൂരാണ്. അതുപോലെ തന്നെ ഈ വാഗൺ ട്രാജഡീനെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപത്തെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത്ത് സർക്കാരാണ് കേട്ടോ. സുമിത്ത് സർക്കാർ ഓർത്തിരിക്കട്ടോ. സുമിത്ത് സർക്കാർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കമ്മീഷനും കൂടെ അങ്ങ് പഠിക്കാം. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? A.R. നേപ്പ് കമ്മീഷനാണ് കേട്ടോ. A.R. നേപ്പ് കമ്മീഷൻ. 1836 മുതൽ ചെറിയ വലിയ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. 1921 മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? A.R. നേപ്പ് കമ്മീഷൻ. 3 വേണമെങ്കിൽ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഓക്കെ അല്ലേ? എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്തതേത്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ, മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പത്മന, ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1893. വേഗം ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1893 അല്ല, 1892 എറണാകുളത്ത് വെച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് കേട്ടോ. 1892 ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ എറണാകുളത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നോക്കിയാലോ? ബാ. ചട്ടമ്പി സ്വാമികളുടെ ജനന വർഷം ചോദിക്കാറുണ്ട്. എന്നാണ്? 1853 ഓഗസ്റ്റ് 25. ഈ ഓഗസ്റ്റ് 25 ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? വർഷം ആദ്യം പഠിക്കാം. 1853 ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് കേട്ടോ. 1853 1853. ഈ ഓഗസ്റ്റ് 25 എന്താണ്? കേരളത്തിലെ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചാൽ എന്നാണ്? ഓഗസ്റ്റ് 25. കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 25. ഓർത്തിരിക്കുക കേട്ടോ.
എവിടെയാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്? തിരുവനന്തപുരത്തുള്ള കണ്ണമൂലയിലാണ് കേട്ടോ. കണ്ണമൂല, തിരുവനന്തപുരം. ചില സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ കണ്ണമൂലയൊക്കെ തരും, ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ സ്ഥലം കൂടെ പഠിച്ചിരിക്കുക. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തുള്ള കണ്ണമൂലയിലാണ് ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. എന്തായിരുന്നു യഥാർത്ഥ നാമം? അയ്യപ്പൻ എന്നുള്ളതായിരുന്നു കേട്ടോ. അയ്യപ്പൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം. എന്താണ്? അയ്യപ്പൻ. ഓർത്തിരിക്കുക, ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇനി ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം അതും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തത് വടിവീശ്വരം. വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു കോട്ടുണ്ട്, പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടുണ്ട്. അയിത്തം അറബിക്കടലിൽ തള്ളണം. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം കടലിൽ തള്ളണം എന്ന് പറഞ്ഞിട്ടുള്ള ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ബാലഭട്ടാരകൻ. ഇതെല്ലാം എങ്ങനെയാണ് ആരാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. വിദ്യാധിരാജൻ, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്തു. എവിടെ വെച്ചിട്ടാണ് ജ്ഞാനോദയം ലഭിക്കുന്നത്? വടിവീശ്വരത്ത് വെച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഏതാണ്? പ്രാചീന മലയാളം. ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം ഇതൊക്കെയാണ് കേട്ടോ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറ്. ഈ ആദിഭാഷ മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആദിഭാഷ എന്ന് പറയുന്നത്. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആദിഭാഷ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തതാണ് വേദാധികാര നിരൂപണം. അതുപോലെ തന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതഛേദനം. ഇതെല്ലാം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഒന്നുകൂടെ പറയാം. പ്രാചീന മലയാളം ഏറ്റവും വലിയ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആദിഭാഷ. വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത നിരൂപണം ഇതെല്ലാം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ തന്നെ അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ അവർ രചിച്ചൊരു കൃതിയാണ് തമിഴകം. ഓർത്തിരിക്കുക കേട്ടോ. തമിഴകം ആര് രചിച്ചതാണ്? ചട്ടമ്പി സ്വാമികൾ രചിച്ചതാണ്. അഗസ്ത്യർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തൂലികാനാമത്തിലായിരുന്നു ഈ തമിഴകം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി രചിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു സദ്ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസിക ഇറങ്ങിയിട്ടുണ്ട്. സദ്ഗുരു അത് ആരോടുള്ള ബഹുമാനത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമിയോടുള്ള ബഹുമാനപൂർണ്ണമായിട്ട് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു മാസികയാണ് സദ്ഗുരു എന്ന് പറയുന്നത് കേട്ടോ. 1921 ഈ മാസിക ഇറങ്ങുന്നത്. സദ്ഗുരു. അതുപോലെ തന്നെ അദ്ദേഹം അന്തരിക്കുന്ന സമയത്ത് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയൊരു കൃതിയാണ് സമാധി സപ്താഹം. ഇത് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതാണ് കേട്ടോ. സമാധി സപ്താഹം എന്ന് പറയുന്നത് ആരുടെ നിര്യാണത്തെ തുടർന്നാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ. മനസ്സിലാവുന്നുണ്ടോ? ചട്ടമ്പി സ്വാമികൾ അന്തരിച്ച സമയത്ത് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതാണ് സമാധി സപ്താഹം. മാറിപ്പോകല്ലേ, സമാധി സപ്താഹം പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതാണ് കേട്ടോ. സദ്ഗുരു അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള 1921 പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ള ഒരു മാസികയാണ് സദ്ഗുരു എന്ന് പറയുന്നത്. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ആരാണ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ ആണ് കേട്ടോ. ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ ആണ്. അതേപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി നമ്മൾ ഒരു ക്ലാസ്സിൽ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ ഒന്നും കൂടി ഓർത്തിരിക്കുക. മുസ്ലിം എന്ന പേരിൽ ഒരു മലയാളം മാസിക പ്രസിദ്ധീകരിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. മുസ്ലിം എന്ന് പറയുന്ന മലയാള മാസിക ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്.
ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? അത് വക്കം അബ്ദുൽ ഖാദറാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്ക്രീൻ, അന്ന ചാണ്ടി, അക്കമ്മ ചെറിയാൻ, ലക്ഷ്മി എൻ മേനോൻ. ഓപ്ഷൻ സി, അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിളിച്ചത് ആരാണ്? ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത്. ചോദിച്ചിട്ടുണ്ട്. അക്കമ്മ ചെറിയാൻ ജനിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ. കോട്ടയത്തുള്ള കാഞ്ഞിരപ്പള്ളിയിലാണ്. ഒരു വട്ടം ഒരു പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കമ്മ ചെറിയാൻ ജനിക്കുന്നത് കേട്ടോ. കോട്ടയത്തുള്ള കാഞ്ഞിരപ്പള്ളിയിൽ. സ്ഥിരമായിട്ട് അക്കമ്മ ചെറിയാനുമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 1938 രാജധാനി മാർച്ച്. രാജധാനി മാർച്ച് ആരാണ്? അക്കമ്മ ചെറിയാൻ. 1938 രാജധാനി മാർച്ച് അക്കമ്മ ചെറിയാൻ അല്ലേ. നമ്മുടെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് തമ്പാനൂർ മുതൽ കവടിയാർ വരെ 1938 എന്ത് ചെയ്യുന്നത്? രാജധാനി മാർച്ച് അക്കമ്മ ചെറിയാൻ നടത്തുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ. എവിടെ മുതലാണ്? നമ്മുടെ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് കേട്ടോ. കവടിയാർ കൊട്ടാരം വരെയാണ് 1938 രാജധാനി മാർച്ച് നടക്കുന്നത് കേട്ടോ. മറന്നുപോലെ. രാജധാനി മാർച്ച് ആരാണ്? അക്കമ്മ ചെറിയാൻ. അതുപോലെ തന്നെ അക്കമ്മ ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ള സ്ത്രീകളുടെ ഒരു സംഘടന, ഒരു സന്നദ്ധ സേവാ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ദേശസേവികാ സംഘമാണ് കേട്ടോ. ദേശസേവികാ സംഘം ആരാണ്? അക്കമ്മ ചെറിയാൻ്റെയാണ് കേട്ടോ. ദേശസേവികാ സംഘം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ദേശസേവികാ സംഘം എന്ന് പറയുന്നത്. അവരുടെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതം ഒരു സമരമാണ് കേട്ടോ. ജീവിതം ഒരു സമരം. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. ഓർത്തു വെച്ചാൽ അറിയില്ലെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ്. ഇനി അവരുടെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് 1-1-1-4 കഥ. 1-1-1-4 കഥ എന്ന് പറയുന്നത് ആരുടെയാണ്? അവരുടെ ഒരു അക്കമ്മ ചെറിയാൻ്റെ പ്രധാന കൃതിയാണ് 1-1-4 കഥ എന്ന് പറയുന്നത് കേട്ടോ. 1-1-1-4 കഥ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അക്കമ്മ ചെറിയാനാണ് കേട്ടോ. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ് കേട്ടോ. വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലം. ഇപ്പോൾ ഇവരെ നമ്മുടെ സിലബസിൽ അവരെ മാത്രം കൊടുത്താലും മിക്ക പ്രിലിംസിനും എന്താണ് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ മറ്റൊരു പേപ്പറിൽ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും കേട്ടോ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇവരുമായിട്ടും നമ്മുടെ നവോത്ഥാനത്തിലെ സ്ത്രീകളെയും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് മാത്രമല്ല ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അക്കമ്മ ചെറിയാനാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ ആൻസർ പറയുമോ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിത ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിത ആരാണ്? അത് ആനി മസ്ക്രീൻ ആണ് കേട്ടോ. ആനി മസ്ക്രീൻ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആനി മസ്ക്രീൻ ആണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകസഭാംഗമായ ആദ്യ വനിതയാണ്. അതുപോലെ തന്നെ തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആനി മസ്ക്രീൻ ആണ്. 3 പോയിന്റ് ഇവരെ കുറിച്ച് ഓർത്തിരിക്കുക കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിത, കേരളത്തിൽ നിന്ന് ലോകസഭാംഗമായ ആദ്യ വനിത ആനി മസ്ക്രീൻ, തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? അതും ആനി മസ്ക്രീൻ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ആനി മസ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3 പോയിന്റ് പഠിച്ചു. ഓർത്തിരിക്കുക കേട്ടോ. ഒന്നും കൂടെ പറയണോ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിതയാണ്, കേരളത്തിൽ നിന്ന് ലോകസഭാംഗമായ ആദ്യ വനിതയാണ്, തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്. അതുപോലെ തന്നെ ഈ അന്ന ചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണ്? അന്ന ചാണ്ടിയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിലെ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്? അന്ന ചാണ്ടിയാണ്.
അവരുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു മാസികയാണ് ശ്രീമതി എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, ശ്രീമതി എന്ന് പറയുന്ന മാസിക ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അന്ന ചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു മാസികയാണ് ശ്രീമതി എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ ആത്മകഥയുടെ പേരെന്തന്നെയാണ്? ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ. അവരുടെ ആത്മകഥയുടെ പേരെന്താണ്? അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം അന്ന ചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത, അങ്ങനെ ചോദിക്കാം കേട്ടോ. പിന്നെ കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിത ആര് തന്നെയാണ്? അന്ന ചാണ്ടിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. ശ്രീമതി അവരുടെ മാസികയാണ്. ആത്മകഥ എന്ന് തന്നെയാണ് അവരുടെ ആത്മകഥയുടെ പേര്. ഇനി നമുക്ക് നോക്കാം, ലക്ഷ്മി എൻ മേനോൻ. എങ്ങനെയൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്? രാജ്യസഭാ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി വനിത. രാജ്യസഭാ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോനാണ്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? ലക്ഷ്മി എൻ മേനോനാണ്. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആദ്യ മലയാളി വനിത ആര് തന്നെയാണ്? ലക്ഷ്മി എൻ മേനോനാണ്. ഇവിടെ രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലക്ഷ്മി എൻ മേനോനാണ്. എന്നാൽ കേരളത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വനിതാ രാജ്യസഭാ മെമ്പർ ആരാണ്? ആദ്യത്തെ വനിതാ രാജ്യസഭാ മെമ്പർ കേരളത്തിൽ നിന്നുള്ള മലയാളി അല്ലാത്തത് ആരാണ്? ഭാരതി ഉദയഭാനു ആണ് കേട്ടോ. ഭാരതി ഉദയഭാനു. ചോദ്യം ശ്രദ്ധിക്കണേ, ഭാരതി ഉദയഭാനു. നമ്മുടെ രാജ്യസഭാ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി എൻ മേനോനും, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ രാജ്യസഭാ മെമ്പർ ചോദിച്ചാൽ അത് ആരാണ്? ഭാരതി ഉദയഭാനു ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ. ഇനി പത്മ അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി വനിത ആരാണ്? പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? അത് ലക്ഷ്മി എൻ മേനോനാണ് കേട്ടോ. പത്മ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോനാണ്. ഇനി അവരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ബുക്കുണ്ട്, ദ പൊസിഷൻ ഓഫ് വിമൻ. അതാണ് കേട്ടോ ബുക്കിൻ്റെ പേര്, ദ പൊസിഷൻ ഓഫ് വിമൻ എന്നാണ്. അത് ആരുടെ ബുക്കാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ലക്ഷ്മി എൻ മേനോൻ്റെ ബുക്കാണ് കേട്ടോ. ദ പൊസിഷൻ ഓഫ് വിമൻ എന്നുള്ളതാണ് ലക്ഷ്മി എൻ മേനോൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ബുക്ക്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ നവോത്ഥാനത്തിൽ നമ്മുടെ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന സമയത്ത് വനിതാ വനിതകളുടെ പ്രസൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ മുന്നേ ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യനാണ്, കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണെന്ന്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആര്യം പള്ളമാണ് കേട്ടോ. ആര്യം പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ വനിതാ നേതാവ് ആരാണ്? ആര്യം പള്ളമാണ്. നമ്മുടെ വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആര്യം പള്ളം. വള്ളുവനാടിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്? ആര്യം പള്ളമാണ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആര്യം പള്ളമാണ്. അതുപോലെ തന്നെ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അതും ആര്യം പള്ളമാണ് കേട്ടോ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആര്യം പള്ളമാണ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. വള്ളുവനാടിൻ്റെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു, അപരനാമത്തിൽ അറിയപ്പെടുന്നു. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരെന്നെയാണ്? ആര്യം പള്ളമാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ചോദിക്കാം, ആരാണ് ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ്? ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനമാണ് അല്ലേ? ലളിതാംബിക അന്തർജനമാണ് ആദ്യത്തെ എന്തെന്ന് പറയുന്നത്? വയലാർ അവാർഡ് ജേതാവ് എന്ന് പറയുന്നത് കേട്ടോ. ആരാണ്? ലളിതാംബിക അന്തർജനം. അവരുടെ ഏത് കൃതിക്കാണ് ലഭിച്ചത്? അഗ്നിസാക്ഷി. അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവാണ്. അവരുടെ ആത്മകഥയുടെ പേര് ഓർമ്മിച്ച് വെച്ചോളുക. ആത്മകഥയ്ക്ക് ഒരാമുഖം. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെയാണ്? ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് കേട്ടോ. ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന് പറയുന്ന ആത്മകഥ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവായിട്ടുള്ള അഗ്നിസാക്ഷിയിലൂടെ ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ള ആരാണ്? ലളിതാംബിക അന്തർജനം. അവരുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്ക് ഒരാമുഖം. ഇനി ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക ആരാണ്? ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക ആരാണ്? അറിയോ? ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക
നമ്മുടെ മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത കൂടിയാണ്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ്. ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായികയാണ്. ആരാണ്? A.V. കുട്ടിമാളു അമ്മയാണ് കേട്ടോ. A.V. കുട്ടിമാളു അമ്മയാണ്. ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായികയാണ്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള വനിതയാണ്. അപ്പോൾ A.V. കുട്ടിമാളു അമ്മേനും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ്, മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിത ആര്? മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിത ആരാണ്? അമ്മു സ്വാമിനാഥനാണ് കേട്ടോ. അമ്മു സ്വാമിനാഥനാണ് മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിട്ടുള്ള വനിത ആരാണ്? അമ്മു സ്വാമിനാഥൻ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ നമ്മൾ അധികം ചോദിച്ചിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ, അധികം ചോദിച്ചിട്ടില്ല കേട്ടിട്ടില്ല, എന്നാലും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മലബാറിലെ ദീനബന്ധു എന്നറിയപ്പെടുന്ന വനിത ആരാണ്? മലബാറിലെ ദീനബന്ധു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ആരാണ്? കേട്ടിരിക്കാൻ വഴിയില്ല. ഗ്രേസി ഷാരോൺ ആണ് കേട്ടോ. ഗ്രേസി ആരോൺ. മലബാറിലെ ദീനബന്ധു എന്നറിയപ്പെടുന്ന വനിതാ നവോത്ഥാന നായിക ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഗ്രേസി ആരോൺ ആണ്. അറിയില്ലെങ്കിൽ എഴുതി വയ്ക്കണേ, ഗ്രേസി ആരോൺ. അപ്പോൾ നമ്മൾ നമ്മുടെ നവോത്ഥാനത്തിൽ വനിതാ പ്രസൻസ് നമ്മൾ ചോദിക്കാൻ ഉതകുന്ന അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ടച്ച് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുമാരഗുരുദേവനുമായി ബന്ധമുള്ള പ്രസ്താവന ഏത്? ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ, ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചു, രത്നമണികൾ എന്നതാണ് ആദ്യത്തെ കവിതകളുടെ സമാഹാരം. ഏതാണ്? ബന്ധമുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ശരിയാണ് അല്ലേ? 1, 2, 3, 4 ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് കുമാരഗുരുദേവനുമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. കുമാരഗുരുദേവനുമായിട്ട് 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കുമാരഗുരുദേവൻ. അപ്പോൾ എന്താണ്? ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ എന്നാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്താണ് ആരംഭിച്ചത്? ആ പ്രസ്ഥാനം 1909 കേട്ടോ. ഇരവി പേരൂർ ആസ്ഥാനമാക്കിയിട്ട് 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. ഓർത്തിരിക്കണേ, 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ഇനി ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചു. അതാരാണ്? കുമാരഗുരുദേവൻ. രത്നമണികൾ എന്നതാണ് കുമാരഗുരുദേവൻ്റെ ആദ്യത്തെ കവിതകളുടെ സമാഹാരം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ഏതാണ്? അത് ആദിയാർ ദീപമാണ് കേട്ടോ. ആദിയാർ ദീപം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ്. ആദിയാർ ദീപം. അദ്ദേഹത്തിൻ്റെ, അതായത് കുമാരഗുരുദേവൻ്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമാരെന്നുമുണ്ട്, ചിലർക്ക് കുമാരൻ എന്നും കാണാറുണ്ട് കേട്ടോ. കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ, ഇത് രണ്ടും കണ്ട ആരാണ്? അത് കുമാരഗുരുദേവനാണ്. കൊമാരെന്നും കാണാറുണ്ട്, കുമാരനെന്നും കാണാറുണ്ട്. അദ്ദേഹത്തന്നെ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? പൊയ്കയിൽ യോഹന്നാൻ. ഇത് 2 പേരും പഠിച്ചിരിക്കുക കേട്ടോ. നല്ല കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ആണ്. പൊയ്കയിൽ യോഹന്നാൻ ആരന്നെയാണ്? കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ യോഹന്നാൻ ആര് തന്നെയാണ്? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് എന്നാണ്? 1909 ആസ്ഥാനം പറഞ്ഞിരിക്കുക എവിടെയാണ്? ഇരവി പേരൂർ. അതിൻ്റെ മുഖപത്രം എന്താണ്? ആദിയാർ ദീപം. മനസ്സിലാവുന്നുണ്ടോ? രത്നമണികളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതകളുടെ സമാഹാരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, ഡോക്ടർ പൽപ്പു, ശ്രീനാരായണ ഗുരു. ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് അല്ലേ. കല്ലുമാല സമരത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ജനനവർഷം ഓർത്തിരിക്കണം, ചോദിക്കാറുണ്ട്. 1863 ഓഗസ്റ്റ് 28-നാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജനനവർഷം എത്രയാണ്? 1863. അയ്യങ്കാളി ജനിച്ച വർഷം 1863.
നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർഷമാണ് 1893 എന്ന് പറയുന്നത്. എന്താണ് പ്രാധാന്യം? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് 1893 വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വർഷമാണ്. എന്താണത്? അതെ, വില്ലുവണ്ടി യാത്ര അല്ലേ? വില്ലുവണ്ടി യാത്ര നടത്തിയ എന്നാണ് വർഷം ചോദിക്കാറുണ്ട്. വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എന്നാണ്? 1893. ഓർത്തിരിക്കേണ്ട വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ദളിതർക്ക് പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വില്ലുവണ്ടി പൊതുനിരത്തിലൂടെ ഒരു വില്ലുവണ്ടി യാത്ര നടത്തി. എന്ന് 1893. എവിടം മുതൽ എവിടം വരെ? അതും കൂടെ അറിഞ്ഞിരിക്കാം നമുക്ക്. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത് കേട്ടോ. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം 1893 എന്ത് ചെയ്തു? ദളിതർക്ക് പൊതുനിരത്തിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വില്ലുവണ്ടി യാത്ര നടത്തി. മറന്നു പോകരുതേ. അദ്ദേഹം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത്. ചോദിക്കുകയാണ്, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാണ് 1907 എന്താണ്? 1907 സാധുജന പരിപാലന സംഘം ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. വർഷം ഓർത്തിരിക്കുക. എന്നാണ്? 1907. പിന്നെന്താണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? പുലയ ലഹള, അല്ലെങ്കിൽ ഉരുട്ടമ്പല ലഹള, അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്നൊക്കെ ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. പുലയ ലഹളയുടെ വേറൊരു പേരുകളാണ് ഉരുട്ടമ്പല ലഹള, അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള. ഇവയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടാണ്, ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ആരുടെയാണ്? ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ആര് പറഞ്ഞതാണ്? അയ്യങ്കാളി. ഇമ്പോർട്ടൻ്റ് കോട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അതാരുടെ വാക്കുകളാണ്? അയ്യങ്കാളിയുടെ വാക്കുകളാണ്. മറന്നു പോരുതിട്ട് ഈ രണ്ടും കൂട്ടും അദ്ദേഹവുമായിട്ട്. ഇനി അദ്ദേഹത്തിന് വേറൊരു വിശേഷണമുണ്ട്. എന്താണെന്നറിയോ? ആളിക്കത്തിയ തീപ്പൊരി ചോദിച്ചിട്ടുണ്ട്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ സ്മാരകം കൂടെ അറിഞ്ഞിരിക്കുക, ചിത്രകൂടം എന്നാണ്. ചിത്രകൂടം. അദ്ദേഹത്തിൻ്റെ സ്മാരകം എന്താണ്? ചിത്രകൂടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തെ പുലയരുടെ രാജാവ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറന്നുപോരുത്. ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആളിക്കത്തിയ തീപ്പൊരി. പിന്നെ വേറെ പേരിലെങ്കിലും അറിയപ്പെടുന്നുണ്ടോ? കേരള സ്പാർട്ടാക്കസ് അല്ലേ? കേരള സ്പാർട്ടാക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി, കേരള സ്പാർട്ടാക്കസ് എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ സ്മാരകം ഏതാണ്? ചിത്രകൂടമാണ്. മറന്നു പോകരുത് കേട്ടോ. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരമാണ്. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനമാണ് കേട്ടോ തിരുവനന്തപുരം. പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. എന്നാൽ ഒരു പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുണ്ട്, കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് തൃശ്ശൂരിലുള്ള അയ്യങ്കാളി ഭവനാണ് കേട്ടോ. അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ. അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ കേട്ടോ. മറന്നു പോകരുത്. ചോദിച്ച ചോദ്യമാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃശ്ശൂരിലുള്ള അയ്യങ്കാളി ഭവനാണ്. അപ്പോൾ അയ്യങ്കാളിയുമായിട്ട് നമ്മൾ ഏകദേശം കവറായിട്ടില്ലേ? നമുക്ക് വാഗ്ഭടാനന്ദനിലേക്ക് പോയാലോ? അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. എക്സാമിന് വരുന്ന ഭാഗങ്ങൾ കേട്ടോ. എവിടെയാണ് ജനിച്ചത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വാഗ്ഭടാനന്ദൻ എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? കണ്ണൂരിലുള്ള പാട്യത്താണ് കേട്ടോ. പാട്യത്താണ്. കണ്ണൂരിലുള്ള പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചിരിക്കുന്നത്. ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു കേട്ടോ. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ. എവിടെയാണ് ജനിച്ചത്? കണ്ണൂരിലുള്ള പാട്യത്താണ്. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ SCRTയിൽ കിടക്കുന്നുണ്ട്.
ഇനി അദ്ദേഹത്തിൻ്റെ മാസികയുടെ പേരെന്താണ്? മിക്കവാറും ചോദിക്കാറുണ്ട് അല്ലേ, തെറ്റായ ജോഡി ശരിയായ ജോഡിയൊക്കെ ചോദിക്കാറുണ്ട്. വാഗ്ഭടാനന്ദൻ്റെ മാസികയുടെ പേരെന്താണ്? ആത്മവിദ്യ കാഹളം. ആത്മവിദ്യ കാഹളം എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മാസിക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘടന ഏതാണ്? 1917 ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെ. വർഷം ഓർത്തിരിക്കുക 1917. വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാ സംഘം വർഷം ഓർത്തിരിക്കുക 1917. നമ്മുടെ ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം എന്താണ്? അഭിനവ കേരളമാണ് കേട്ടോ. അഭിനവ കേരളം. അപ്പോൾ ആത്മവിദ്യാ സംഘം മറന്നു പോകരുത്. 1917 ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ് ആത്മവിദ്യാ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനാ വർഷം 1917. അതിൻ്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളമാണ്. അഭിനവ കേരളം. അദ്ദേഹത്തിൻ്റെ വേറൊരു മാസികയാണ് യജമാനൻ എന്ന് പറയുന്നത്. യജമാനൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. എന്നാൽ വേലക്കാരൻ ആരാണ്? വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള മാസിക ആരാണ്? അയ്യപ്പനാണ് അല്ലേ. സഹോദരൻ അയ്യപ്പൻ്റെയാണ് വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള മാസിക. യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ള മാസിക ആരുടെയാണ്? വാഗ്ഭടാനന്ദനാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. യജമാനനായ വാഗ്ഭടാനന്ദനും വേലക്കാരനായ അയ്യപ്പനും. ഇങ്ങനെ ആലോചിച്ചാൽ മതിയേ. പിന്നീട് ഇദ്ദേഹവുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പ്രീതി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആരാണ് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത്? ആരാണ്? വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം ആരാണ് സംഘടിപ്പിച്ചത്? വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദൻ. നമ്മൾ വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. ജനിച്ച സ്ഥലം എവിടെയാണ്? പാട്യം, കണ്ണൂരാണ്. ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. ബാല്യകാലനാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം മറക്കരുത് എന്നാണ് 1917. മുഖപത്രം അഭിനവ കേരളം. യജമാനൻ എന്ന് പറഞ്ഞ മാസിക അദ്ദേഹത്തിൻ്റെതാണ്. പ്രീതി ഭോജനം സംഘടിപ്പിച്ചു. പിന്നെ എങ്ങനെ അറിയപ്പെടുന്നു? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നു. നമുക്ക് 2 വീക്ക് കഴിഞ്ഞിട്ടാണ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇതുവരെ പഠിച്ചതെല്ലാം റിവിഷൻ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. നിങ്ങളിത് ഈ പ്രാവശ്യം നിങ്ങളിത് നന്നായിട്ട് പഠിച്ചിട്ട് പോകട്ടോ. നിങ്ങൾ എന്താണോ റെഫർ ചെയ്യുന്നത് ആ ഭാഗം നോക്കിയിട്ട് ഇന്ന് പഠിപ്പിച്ച് നിൽക്കുന്ന ആ ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ റെഫറൻസ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോകാട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി മെത്തേഡ് വെച്ചിട്ട് പഠിക്കുക കേട്ടോ ആ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നും കേരള ഹിസ്റ്ററി തന്നെ നിങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റാങ്ക് ഫയലാണെങ്കിൽ റാങ്ക് ഫയൽ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുകയും കാണുകയും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. പഠിക്കാതെ പോകരുത്. ഇത് പ്രിലിംസിന് ചോദിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് നമ്മുടെ നവോത്ഥാനം കേരള ഹിസ്റ്ററി ഈ ഭാഗം വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഡോക്ടർ പൽപ്പു എന്താണ്? നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? പൽപ്പു. നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് അല്ലേ. ബാല്യകാല നാമം ഓർത്തിരിക്കുക, കുട്ടിയപ്പി എന്നുള്ളതാണ് കേട്ടോ. കുട്ടിയപ്പി ആരുടെ ബാല്യകാല നാമമാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ ബാല്യകാല നാമമാണ് കുട്ടിയപ്പു എന്ന് പറയുന്നത്. നിശബ്ദനായ വിപ്ലവകാരി എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം ഈഴവ മെമ്മോറിയലിനാണ് നേതൃത്വം കൊടുത്തത്. എന്നാണ് ഈഴവ മെമ്മോറിയൽ വർഷം? ഈഴവ മെമ്മോറിയൽ വർഷം എന്നാണ്? 1896 ആണ് കേട്ടോ. ഈഴവ മെമ്മോറിയൽ വർഷം എന്നാണ് 1896. ആരാണ് നേതൃത്വം കൊടുത്തത്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് ആരാണ് നേതൃത്വം കൊടുത്തത്? ഡോക്ടർ പൽപ്പു. ഈ 1896 ഈഴവ മെമ്മോറിയലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ? ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ. ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? 1896 ഈഴവ മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചിട്ടുള്ളത്. ആരുടെയാണ്? പൽപ്പുവിൻ്റെയാണ് കേട്ടോ. അത് പൽപ്പുവിൻ്റെയാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ അല്ല, ഡോക്ടർ പൽപ്പുവിൻ്റെയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ് ഈഴവ മഹാസഭ. അത് വർഷം 1896 തന്നെയാണ് കേട്ടോ. ഈഴവ മഹാസഭ 1896 ഈഴവ മെമ്മോറിയലിൻ്റെ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈഴവ മഹാസഭ സ്ഥാപിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, പൽപ്പുവിൻ്റെയാണ് ഈഴവ മഹാസഭ. ഒരുപാട് ഈഴവ വെച്ചിട്ടുള്ള സഭകളുണ്ട്, അതിൽ തെറ്റിപ്പോകാണ്ടിരിക്കുക. ഈഴവ മഹാസഭ ആരുടെയാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെയാണ്. ഈഴവ മഹാസഭ ആരുടെയാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെയാണ്.
നിശബ്ദനായിട്ടുള്ള വിപ്ലവകാരി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ബാല്യകാല നാമം ഓർത്തിരിക്കുക, കുട്ടിയപ്പി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മവർഷം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1856 ഓഗസ്റ്റ് 20. 1856 ഓഗസ്റ്റ് 20. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവർഷം എന്നാണ്? 1856 ഓഗസ്റ്റ് 20. എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തിയിലാണ് കേട്ടോ. ചെമ്പഴന്തിയിലാണ്. ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു എല്ലാം ചോദിക്കും. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് കൃതികൾ ചോദിക്കാറുള്ളത്? ദർശനമാല, പിന്നെ ഏതാണ്? നിർവൃതി പഞ്ചകം, പിന്നെ ഏതാണ്? ആത്മോപദേശ ശതകം, പിന്നെ ഏതാണ്? ശിവശതകം, പിന്നെ ഏതാണ്? ദൈവദശകം. ഇത്രയാണ് കേട്ടോ നമുക്ക് ഇപ്പം ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലല്ല ചോദിക്കാറ്. ഇപ്പോൾ കൃതികൾ കൊടുത്തിട്ടാണ് ചോദിക്കാറുള്ളത്. ഇതിൽ നിന്നും തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ ചോദിച്ച് കാണാറുള്ളത്. അപ്പം മസ്റ്റായിട്ടും ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ ഇവരുടെയാണ് കേട്ടോ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. അവരുടെ കൃതികൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. എഴുതി വെച്ചോ അവരുടെ കൃതികൾ പഠിക്കണം എന്നുള്ളത് കേട്ടോ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം ഒരു ക്ലാസ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ക്ലാസ് നമുക്ക് ചെയ്യാം. കാരണം അവർ 3 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളി ഇവർ 4 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഇവരാണ് ചോദിക്കാറുള്ളത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ഇടാം. ഇപ്പം നമുക്ക് ഇവരുടെ കൃതികൾ പഠിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ദർശനമാല, നിർവൃതി പഞ്ചകം, ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ ശിവശതകം. ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതെടുത്ത്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ SNDP വർഷം ഓർത്തിരിക്കുക എന്നാണ്? 1903 മെയ് 15. 1903 മെയ് 15. SNDP വർഷം ഓർത്തിരിക്കുക എന്നാണ്? 1903 മെയ് 15. ഇനി അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, 1888 ആണ്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. SNDP എന്നായിരുന്നു? 1903 മെയ് 15. ഈ 2 വർഷം ഓർത്തിരിക്കുക കേട്ടോ. അദ്ദേഹം ജനിച്ച വർഷം എന്നാണ്? 1856 ഓഗസ്റ്റ് 20. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ അവരെ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങളിത് ഓൾറെഡി പഠിച്ച ഭാഗമാണെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുക കേട്ടോ. ഒരു റിവിഷൻ പോലെ കേട്ടിരിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈദ്യുതി പ്രക്ഷോഭം. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് അല്ലേ? കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് അല്ലേ? ആരാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത്? TK മാധവനാണ് കേട്ടോ. TK മാധവനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അപ്പോൾ വർഷം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? എന്നാണ് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്? 1936 നവംബർ 12-നാണ്. 1936 നവംബർ 12-ന്. ആരാണ് പുറപ്പെടുവിക്കുന്നത്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് കേട്ടോ. ആളറിഞ്ഞിരിക്കണം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കേട്ടോ. എന്നാണ് 1936 നവംബർ 12. 1936 നവംബർ 12-ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആരാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള ആരാണ്? CP രാമസ്വാമി അയ്യരാണ് കേട്ടോ പ്രേരിപ്പിക്കുന്നത്. CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് 1936 നവംബർ 12-ന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് കേട്ടോ. ഇതാരാണ് എഴുതി തയ്യാറാക്കിയത്? അതും ചോദിക്കാറുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യറാണ് കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യറാണ് നമ്മുടെ
ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. നമ്മുടെ കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്, ആരാണിത് പ്രക്ഷോഭം ആരംഭിക്കുന്നത്? TK മാധവനാണ് കേട്ടോ. TK മാധവൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ദിവാനായിട്ടുള്ള CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് എന്ത് ചെയ്യുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ പുറപ്പെടുവിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മലബാറിലും കൊച്ചിയിലും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. മലബാറിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്? 1947 ജൂൺ 2 കേട്ടോ. 1947 ജൂൺ 2. കൊച്ചിയിലാണെങ്കിലോ വർഷം 47 തന്നെയാണ്, ഡിസംബർ 20. ഈ കൊച്ചിയിൽ നമ്മുടെ ഈ ക്രിസ്മസിന്, ഡിസംബർ ആയ സമയത്ത് ഈ ക്രിസ്മസിന് മറ്റേ വലിയൊരു സാന്റാക്ലോസിനെ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ആലോചിച്ചാൽ മതി. കൊച്ചിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത് ആലോചിക്കാം. അപ്പോൾ ഡിസംബർ മാസം 47 247. പിന്നെ ഡിസംബർ നമ്മുടെ ജൂൺ 2 ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, 20. 47 മലബാറിൽ 1947 ജൂൺ 2, കൊച്ചിയിൽ 1947 ഡിസംബർ 20, മലബാറിലാണെങ്കിൽ 1936 നവംബർ 12 കേട്ടോ. ഇനി കുറച്ച് ആൾക്കാർ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറച്ച് വിശേഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അത് തന്നെ ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് നോക്കാം. എങ്ങനെയാണ്? ക്ഷേത്രപ്രവേശനത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു അല്ലേ? ക്ഷേത്രപ്രവേശനത്തെ എങ്ങനെ വിശേഷിപ്പിച്ചു? ആധുനിക കാല ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അങ്ങനെയാണ് ചോദിക്കാറ്. ആരാണ്? ഗാന്ധിജിയാണ്, ഗാന്ധിജി. ഇനി അതുപോലെ തന്നെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? C രാജഗോപാലാചാരിയാണ് കേട്ടോ. C രാജഗോപാലാചാരിയാണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. മറന്നു പോകരുത് കേട്ടോ. അദ്ദേഹമാണ് ഈ നമ്മുടെ 38 മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിക്കുന്നത് കേട്ടോ. 47 പിന്നീട് അത് 47 ജൂൺ 2 അത് പിന്നെ പ്രാബല്യത്തിൽ വന്നു. മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ 1938 മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിക്കുന്നത് കേട്ടോ. C രാജഗോപാലാചാരി. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് ക്ഷേത്രപ്രവേശനത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് ക്ഷേത്രപ്രവേശനത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? TK വേലുപ്പിള്ളയാണ് കേട്ടോ. TK വേലുപ്പിള്ളയാണ്. വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. TK വേലുപ്പിള്ള നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? TK വേലുപ്പിള്ളയാണ്. അപ്പോൾ സെറ്റല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരം ഓക്കെ അല്ലേ? എന്നാ പറയൂ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം ഓർത്തോളൂ. എന്നാണ്? 1924. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം എന്നാണ്? 1924. എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ഇന്ത്യയിൽ അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഓർത്തിരിക്കണം. ആരൊക്കെയാണ്? കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഇവർ 3 ആളുമാണ് 1924 മാർച്ച് 30 എന്ത് ചെയ്യുന്നത്? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. നമ്മുടെ പുലയ ഈഴവ നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവർ 3 പേര് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം എന്ത് ചെയ്യാണ്? അവർണർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കടന്നിട്ട് ഇവർ ഓരോ ദിവസവും ഓരോ ആൾക്കാർ ക്ഷേത്രത്തിനകത്ത് പോവുക. അതായിരുന്നു നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരമുറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 പേര് കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. മറന്നു പോകരുത്. ഇനി ആ സമയത്ത് അവർ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വെല്ലൂർ മഠമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് ആശ്രമമായിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. മറന്നു പോകരുത്, വെല്ലൂർ മഠം. അതുകൊണ്ട് തന്നെ ചോദിച്ചതാണ്, നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ 2 ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരാരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ആരൊക്കെയാണ്? ഓർമ്മ വരുന്നുണ്ടോ? സ്വാമി സത്യവ്രതനും അതുപോലെ തന്നെ കോട്ടുകോയിക്കൽ വേലായുധൻ കേട്ടോ. കോട്ടുകോയിക്കൽ വേലായുധൻ.
കോട്ടുകോയിക്കൽ വേലായുധനുമാണ് ആ 2 പേര് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ 2 ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ആരൊക്കെയാണ്? സ്വാമി സത്യവർദ്ധനാണ് കേട്ടോ, സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനും കേട്ടോ. ഈ 2 പേരാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ചോദ്യമാണ് കേട്ടോ അത്. നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 ദേശീയ നേതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെയാണ്? ഗാന്ധിജിയും അതുപോലെ തന്നെ ഇ.വി. രാമസ്വാമി നായ്ക്കറുമാണ് കേട്ടോ. ഇ.വി. രാമസ്വാമി നായ്ക്കറുമാണ് വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെത്തിയ ദേശീയ നേതാക്കൾ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച ഒരു ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. നമ്മുടെ ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നത്? മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തുന്നത് കേട്ടോ. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തുന്ന ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിയിട്ടുള്ള ദേശീയ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്? പെരിയോർ, അതുപോലെ തന്നെ വൈക്കം ഹീറോ, പിന്നെന്താണ് വൈക്കം വീരർ. ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് ചോദിക്കാറുണ്ട്. 603 ദിവസമാണ് കേട്ടോ. 603 ദിവസമാണ്. SCRTയിലുണ്ട് 603 ദിവസം എന്നുള്ളത്. ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജാഥകളൊക്കെ നടന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്നാണ് നമ്മുടെ സവർണ ജാഥ. ആര് നടത്തിയതാണ്? മന്നത്ത് പത്മനാഭൻ അല്ലേ? മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ് സവർണ ജാഥ അല്ലേ? വർഷം 1924 നവംബർ 1 കേട്ടോ. സവർണ ജാഥ വർഷം ഓർത്തിരിക്കുക, 1924 നവംബർ 1. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ 1924 നവംബർ 1 നടത്തിയത് കേട്ടോ. സവർണ ജാഥ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആരാണ്? M.E. നായിഡു ആണ് കേട്ടോ. M.E. നായിഡു ആണ് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് നടത്തിയത് കേട്ടോ. മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? T.K. മാധവനാണ് കേട്ടോ. മറന്നു പോകരുത്, T.K. മാധവനാണ് കേട്ടോ. നമ്മുടെ അയിത്തോച്ചാടനത്തിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനത്തിൽ മുൻകൈ എടുത്തത് ആരാണ്? T.K. മാധവനാണ് കേട്ടോ. 1923 കാക്കിനാട സമ്മേളനമായിരുന്നു കേട്ടോ അദ്ദേഹം അധ്യക്ഷത വഹിച്ചത്. ആ സമ്മേളനത്തിലാണ് അയിത്തോച്ചാടനത്തിനെതിരെയുള്ള പ്രമേയമൊക്കെ പാസ്സാക്കിയത്. ഓർത്തിരിക്കണേ, കാക്കിനാട സമ്മേളനം 1923 കേട്ടോ. മുൻകൈ എടുത്തത് ആരാണ്? T.K. മാധവൻ. T.K. മാധവൻ്റെ അധ്യക്ഷതയിലായി സമ്മേളിച്ച കോൺഗ്രസ് സമ്മേളനമായിട്ടുള്ള കാക്കിനാടയിൽ 1923 കാക്കിനാടയിൽ വെച്ചിട്ടാണ് അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത് കേട്ടോ. മറന്നു പോകരുതേ. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മൾ നോക്കിയില്ലേ? എന്നാ പറഞ്ഞോളൂ. വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വർഷം പറഞ്ഞോളൂ. 1931 അല്ലേ? 1931 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അല്ലേ? നമ്മുടെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യമായിട്ട് നടന്നിട്ടുള്ളതാണ് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ? അത് ആരുടെ നേതൃത്വത്തിലാണ്? ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് നടന്നത്? KPCCയുടെ നേതൃത്വത്തിലാണ് കേട്ടോ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇനി അതിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന്. ആരാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു കേട്ടോ. സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നേ. നമ്മളെ കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേട്ടോ. അദ്ദേഹമാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ആരാണ്? AKG അല്ലേ? AK ഗോപാലനായിരുന്നേ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരായിരുന്നു? AKG ആയിരുന്നു. മറന്നു പോയത്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിൻ്റെ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? അത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. നിങ്ങളിതൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ
പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവും കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനായിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? അത് കെ കേളപ്പനായിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? അത് കെ കേളപ്പൻ. കമ്മിറ്റി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. വോളണ്ടിയർ ക്യാപ്റ്റനാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. AKG ആണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചുള്ളത് ആരാണ്? AKG ആണ് കേട്ടോ. AKG അതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണെന്ന്. അതാരാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് കേട്ടോ. പി കൃഷ്ണപിള്ള നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. പി കൃഷ്ണപിള്ള ഇമ്പോർട്ടൻ്റ് ആളാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വർഷം എന്നാണ്? 1931 അല്ലേ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യമായിട്ട് തുടങ്ങിയ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ്, ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജനഹിത പരിശോധന നടത്തിയതെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനഹിത പരിശോധന നടത്തിയതെന്ന് ചോദിച്ചാൽ അതേതാണ്? അതും ഗുരുവായൂർ സത്യാഗ്രഹമാണ് കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ, വർഷം ഓർത്തിരിക്കുക. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. എന്താണ് വൈദ്യുതി പ്രക്ഷോഭം വർഷം? 1936 അല്ലേ. വൈദ്യുതി പ്രക്ഷോഭം നമ്മുടെ കേരളത്തിലെ എല്ലാ സമരങ്ങളിലേക്കും ക്രിസ്ത്യാനികൾ, ജനകീയ സമരങ്ങളിലേക്കൊക്കെ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയൊരു സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം. 1936 വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 4 ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? കെ കേളപ്പൻ, ഉപ്പ് സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, സി കേശവൻ, മലയാളി മെമ്മോറിയൽ, GP പിള്ള, മലബാർ ജാഥ, ME നായിഡു. ഏതാണ് ശരിയായ ജോഡി? ശരിയായ ജോഡി എന്നല്ല, ഇവിടെ തെറ്റായ ജോഡി എന്നാണ് ആൻസറായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി എന്നാണ്. ഓപ്ഷൻ D ആണ് ആൻസർ. മലബാർ ജാഥ ME നായിഡു അല്ല. മലബാർ ജാഥ AKG ആണ് കേട്ടോ. മലബാർ ജാഥ ആരാണ് നയിക്കുന്നത്? AKG ആണ് മലബാർ ജാഥ. ഇവിടെ മുതലാണ്? കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയാണ് കേട്ടോ മലബാർ ജാഥ നടത്തിയത്. കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയാണ് മലബാർ ജാഥ AKG നടത്തിയത് കേട്ടോ. ബാക്കി ശരിയാണ്. കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാലിയം സത്യാഗ്രഹവുമായിട്ട് സി കേശവൻ ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളി മെമ്മോറിയലുമായിട്ട് ബാരിസ്റ്റർ GP പിള്ള ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ ജാഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആരാണ്? AKG ആണ് അല്ലേ. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയാണ് അദ്ദേഹം നടത്തിയത് കേട്ടോ. ഇനി നമുക്ക് ഈ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾ നോക്കാം കേട്ടോ. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാചീന മലയാളം, ആദി ഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. ഏതൊക്കെയാണ്? വേഗം കണ്ടുപിടിച്ചോളൂ. പ്രാചീന മലയാളം ആണ് അല്ലേ. ആദിഭാഷ ആണ് അല്ലേ. പിന്നെ ഏതാണ്? വേദാധികാര നിരൂപണം, അതും അതെ അല്ലേ. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അപ്പോൾ ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഓപ്ഷൻ C ആണ് ആൻസർ. 1, 2, 3 അല്ലേ. പ്രാചീന മലയാളം, ആദി ഭാഷ, വേദാധികാര നിരൂപണം എന്നിവ ആരുടെയാണ്? ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പൊടവര കുഞ്ഞമ്പു നായർ, കൊയ്റ്റാട്ടിൽ ചിരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. ഇതിൽ പൊടവര കുഞ്ഞമ്പു നായർ ഉണ്ട്, കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ ഉണ്ട്, പള്ളിക്കൽ അബൂബക്കർ ഉണ്ട്. നമുക്കറിയാം ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്തൊഴിവാക്കി? 18 വയസ്സൊന്നും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്തു? വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 1, 2, 4 ആണ് ആൻസറായിട്ട് വരുന്നത്. 1, 2, 4. ഓപ്ഷൻ A 1, 2, 4 ആൻസറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഈ 4 പേരും കയ്യൂർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ 18 വയസ്സാവാത്തത് കൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ?
പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. നമുക്ക് 3 തെറ്റാണ്. ഇതിലെല്ലാത്തിലും 3 ഉണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ് ഒഴിവാക്കിയിടാം. നമുക്ക് ആൻസർ കിട്ടും 1ഉം 2ഉം ആണ്. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഇത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണം. ഓപ്ഷൻ കിട്ടിയ ആൻസർ നമുക്ക് വേഗം കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടപ്പിലാക്കിയത് അല്ലേ? ആരാണ് പ്രീതി ഭോജനം? വാഗ്ബടാനന്ദനാണ് പ്രീതി ഭോജനം കേട്ടോ. സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠസ്വാമികൾ, പ്രീതി ഭോജനം വൈകുണ്ഠസ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം കണ്ടെത്തിക്കോളൂ. ഓപ്ഷൻ എ വേദാധികാര നിരൂപണമാണ് അല്ലേ? കണ്ടോ, ഒരുപാട് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ആരാണ്? വേഗം തിരിച്ചറിഞ്ഞോളൂ. മഹാത്മാ അയ്യങ്കാളിയാണ് അല്ലേ പറഞ്ഞത്. അങ്ങനെ മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വേഗം കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം കണ്ടെത്തിയ സ്ഥലം കണ്ടെത്തുക. എവിടെയാണ്? ആലുവയിൽ വെച്ചിട്ടാണ് അല്ലേ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത്? ആലുവയിൽ വെച്ചിട്ട് അല്ലേ? മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ആരാണ്? വില്യം ലോഗൻ കമ്മീഷൻ. ഞാൻ എടുത്തു പറഞ്ഞില്ലേ വില്യം ലോഗൻ കമ്മീഷൻ. ഡൗട്ടൊന്നും വന്നില്ലല്ലോ അല്ലേ? കുറിച്യ കലാപത്തിൻ്റെ നേതാവാര്? കുറിച്യ കലാപത്തിൻ്റെ നേതാവാര്? ആരാണ്? രാമൻ നമ്പി. കുറിച്യർ കലാപത്തിൻ്റെ നേതാവാണ് ആരാണ്? രാമൻ നമ്പി. 1812 വർഷം ഓർത്തിരിക്കുക. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവവിദ്യാധിരാജ ആരാണ്? ചട്ടമ്പി സ്വാമികൾ അല്ലേ? കാവ്യവും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി ബാലഭട്ടാരകൻ സർവവിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? മിതവാദിയാണ് കേട്ടോ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ? കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931. ബാധിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞേയുള്ളൂ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? സവർണ ജാഥ ആരാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് അല്ലേ? നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞേയുള്ളൂ അല്ലേ? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കുറുളി ചേകോനാണ് കേട്ടോ. കുറുളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കല്ലുമല സമരത്തിന് നേതൃത്വം നൽകി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികളാണ് അല്ലേ? പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അപ്പോൾ എന്താണ്? ഓപ്ഷൻ 2 മാത്രമാണ് നമ്മുടെ അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലേ? തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ ആര് നടത്തുന്നുണ്ട്? വൈകുണ്ഠസ്വാമികൾ നടത്തുന്നുണ്ട്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന് എന്നാണ്? 1949 ജൂലൈ 1. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം ആരാണ് സ്ഥാപിച്ചത്? വാഗ്ബടാനന്ദൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. അയ്യങ്കാളി ജനിച്ചതെന്ന്? അയ്യങ്കാളി ജനിച്ചതെന്ന്
എന്നാണ് 1863 ഓഗസ്റ്റ് 28. പഠിച്ചിട്ട് പോകട്ടോ. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൈക്കത്താണ്. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, എം.ജി. റാനഡെ, വൈകുണ്ഠസ്വാമി. ആരാണ്? നമുക്കറിയാം എം.ജി. റാനഡെയാണല്ലേ. അത് ദേശീയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അല്ലേ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരാണ്? A.K. ജിയിലെ എൻ്റെ ജീവിതകഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടൂലേ? ആരുടെ ആത്മകഥയാണത്? A.K. ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിലാണ് ജനിച്ചിരിക്കുന്നത്. 1927 INC-യിൽ ചേർന്നു. പിന്നീട് എന്തായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ എന്ന് പറയുന്ന ആരുടെയാണ് ആത്മകഥയാണ്? A.K. ഗോപാലൻ്റെ ആത്മകഥയാണ്. പഠിച്ചിട്ട് പോവാട്ടോ. ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. റിപ്പീറ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. അതും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലനാണ് ദർസാർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ G.P. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. ഏതാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാരിസ്റ്റർ G.P. പിള്ള. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തതാര്? കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തതാരാണ്? ഷൺമുഖം ചെട്ടിയാണ് കേട്ടോ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, നീലകണ്ഠൻ അയ്യർ എന്നിവരെന്താണ്? കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളാണ്. എന്നാണ് വർഷം? 1941 ജനുവരി 26 കേട്ടോ. 1941 ജനുവരി 26 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകരിക്കുന്നത് കേട്ടോ. വർഷം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം കണ്ടെത്തിക്കോളൂ. വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, വി.ടി. ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ, സമത്വ സമാജം. തെറ്റ്. പണ്ഡിറ്റ് കറുപ്പൻ, അരേ സമാജം. സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് അല്ലേ. കുമാരഗുരുദേവനും ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് കേട്ടോ. ഓർത്തിരിക്കുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സമത്വ സമാജമാരാണ്? വൈകുണ്ഠസ്വാമികൾ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, ആരയ സമാജം. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ്? 1936. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ചിട്ടുണ്ടെന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച് സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രചയിതാവ് ആരാണ്? അംശി നാരായണ പിള്ള. ജസ്റ്റ് പറയാം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇതിൻ്റെ ഇടയിൽ പെട്ടതാണ് കേട്ടോ. ആലപ്പുഴയാണ് അല്ലേ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. ഇതൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തേ ഉള്ളൂ അല്ലേ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി എവിടെയാണ്? പൊന്നാനി. പയ്യന്നൂരിവിടെ ഉണ്ട്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി എവിടെയാണ്? പയ്യന്നൂരാണ് കേട്ടോ. പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി. പയ്യന്നൂർ.
അപ്പോൾ ഇന്ന് നമ്മളെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ നോക്കിയത്. ഇന്ന് ഞാനിവിടെ ആ മൊഡ്യൂൾ 6 ആണ് കേട്ടോ എടുത്തത്. അതുമായിട്ട് ആ ഒരു മൊഡ്യൂൾ 6 നിന്ന് മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളേ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് തന്നിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ ഇന്ന് തന്നെ വൈകുന്നേരം വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കേരള ഹിസ്റ്ററി തന്നെ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. പഠിക്കാത്ത ഏതെങ്കിലും ഭാഗം സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ വർഷമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ എന്താ കാലഗണനാ ക്രമത്തിലൊക്കെ അടയാളപ്പെടുത്താനൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൃതികൾ ഞാൻ പറയണ്ടല്ലോ, ചേരുമ്പടി ചേർക്കാനൊക്കെ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. നമുക്കറിയാം മെയിൻസ് LD മെയിൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്രിലിംസ് പാസ്സാവണേ. അപ്പോൾ പ്രിലിംസ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. എന്ന് വെച്ചിട്ട് LDക്ക് മെയിൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് മൂന്നും പഠിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മലയാളം മാത്സും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. പ്രിലിംസിനും മാത്സ് പഠിക്കണേ, മറന്നു പോകരുതെന്നല്ല, പഠിക്കാൻ വിടരുത്. എനിക്കത് കിട്ടും, പ്രിലിംസിനൊക്കെ ഈസി ആയിട്ടാണ് വരിക എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ മറക്കരുത്. നമ്മുടെ ട്രിക്ടേണ് ജെറിൻ സാർ അടിപൊളിയാണ് മാത്സിന്. അതുപോലെ തന്നെ മലയാളം ഇപ്പോൾ BFAക്കും LDക്കൊക്കെ മലയാളം നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ സജീസ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് യൂട്യൂബിൽ, സജീസ് മലയാളം. ഞാൻ ഇങ്ങനെ പറയുന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നല്ല ക്ലാസ്സാണ് കേട്ടോ ടീച്ചറുടെ, നല്ല അടിപൊളി ക്ലാസ്സാണ് അത്. അത്യാവശ്യം നല്ല രീതിയിൽ PSC പഠിക്കുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം സജീസ് മലയാളം നല്ല ക്ലാസ്സാണ് എന്നുള്ളത്. അപ്പോൾ അത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് VFAക്ക് നമുക്കറിയാലോ മെയിൻസ് മാത്രമേ ഉള്ളൂ, പ്രിലിംസ് ഇല്ല. അപ്പോൾ VFAക്ക് പഠിക്കുന്നവർ ആ ക്ലാസ് മലയാളത്തിനൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിന് ജെറിൻ സാറും മലയാളത്തിന് ഈ മിസ്സും ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഭാഗം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഇംഗ്ലീഷും നല്ല രീതിയിലുണ്ട്. ഇംഗ്ലീഷ് PYക്ക് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാവേ. താങ്ക്